മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം ആര്യനാട് കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ശ്രീജയുടെ മരണത്തിൽ ഭർത്താവ് ജയകുമാർ DGPക്ക് പരാതി നൽകി. പോലീസ് പ്രതികൾക്കെതിരെ നടപടിയെടുത്തില്ലെന്നാണ് പരാതിയിൽ പറയുന്നത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസ്, ഈ വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷേ നടപടിയിലേക്ക് താഴെത്തട്ടിൽ പോലീസ് പോകുന്നില്ല എന്നാണോ പരാതിയിൽ പറയുന്നത്? തീർച്ചയായും രജീഷ്, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ആര്യനാട് കോട്ടയ്ക്കകം പഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീജ ജീവനൊടുക്കുന്നത്. ആസിഡ് കുടിച്ചായിരുന്നു മരണം. പിന്നീട് ഇതിന്റെ മരണകാരണം അല്ലെങ്കിൽ ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് ശ്രീജ എത്താനുള്ള കാരണം ഇത്തരത്തിൽ CPM അവരെ വ്യക്തിഹത്യ ചെയ്തത് കൊണ്ടാണ്. ശ്രീജയ്ക്ക് ഒരുപാട് ബാധ്യത ഉണ്ടായിരുന്നു, കടബാധ്യത ഉണ്ടായിരുന്നു, സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPIM ആര്യനാട് ജംഗ്ഷനിൽ വെച്ച് ഒരു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുകയും ഈ സദസ്സിൽ വെച്ച് ശ്രീജയെ വ്യക്തിഹത്യ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയിലേക്ക് ശ്രീജ കടന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ അടക്കം ആരോപണം. ഈ പ്രതിഷേധ സദസ്സ് ശ്രീജയ്ക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി എന്നടക്കമുള്ള കാരണങ്ങൾ കുടുംബം ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം പോലീസ് ഇതിൽ കേസെടുത്തെങ്കിലും ഇവർ ആരോപണം ഉന്നയിക്കുന്ന CPM നേതാക്കളെ FIR-ൽ ഉൾപ്പെടുത്തിയിരുന്നില്ല, അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്തിരുന്നില്ല. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ബിജു മോഹൻ, CPM പ്രാദേശിക നേതാക്കളായിട്ടുള്ള ഷിജി കേശവൻ, മഹേഷ്, അതിനോടൊപ്പം തന്നെ സുനിതാകുമാരി, ഇവർ 4 പേരെയും പ്രതി ചേർക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷെ അതിൽ യാതൊരു വിധത്തിലുള്ള നടപടിയും ആര്യനാട് പോലീസ് സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ കേസിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ശ്രീജയുടെ ഭർത്താവായിട്ടുള്ള ജയകുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. രജീഷ്. ശരി ഹാൻസ്.